അല്ല, ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം ക്ലാരിഫൈ ചെയ്തോട്ടെ. എവിടെയാണ് എപ്പോഴാണ് ദിലീപ് നിരപരാധിയാണ്? നമസ്കാരം സാർ, ബാലുവാണ്. ഞാൻ വിഷയങ്ങൾ ഒരുപാടൊന്നും വലിച്ചു നീട്ടുന്നില്ല സാർ. സംസാരിച്ചു, അതായത് അദ്ദേഹം മദ്യപിച്ചിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. എൻ്റെ തോന്നലായിരിക്കാം ചിലപ്പോൾ. ഷീബ ബാലുവിന്റെ വൈഫാണ്. ചോദിച്ചു എന്തുകൊണ്ട് ഇത്ര നാളെന്ന്. താമസിച്ചതിന് കാരണം ഞാൻ തന്നെയാണ്. അവിടെ വെച്ച് ചോദിച്ചു എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്. ഈ ഡോക്ടർക്ക് ശ്രീമതി ഷീബ മെഡിക്കൽ റിപ്പോർട്ട്സ് അടക്കം കാണിച്ചു കൊടുത്തു. 6 ദിവസം മുമ്പ് നിങ്ങൾ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ എന്റെ ഭർത്താവിന് എങ്ങനെയാണ് ഈ 6 ദിവസത്തിനിടയ്ക്ക് 6 ബ്ലോക്കുകൾ വന്നത് എന്ന ചോദ്യം ശ്രീമതി ഷീബ ഡോക്ടർ രാജലക്ഷ്മിയോട് നേരിട്ട് ചോദിച്ചിരുന്നു. എല്ലാവർക്കും നമസ്കാരം. ദിലീപ് കേസ് വീണ്ടും പുതിയ വഴിത്തിരിവിലേക്ക് വന്നിരിക്കുന്നു. വീഡിയോ മാക്സിമം നിങ്ങളത് ഫുള്ള് കാണുക. ഇവിടെ ആരാണ് ഉടായ്പ കളിക്കുന്നതെന്ന് ഇതിൽ നിന്ന് തന്നെ അത്യാവശ്യം വ്യക്തമാണ്. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കേണ്ട സുഹൃത്തുക്കൾ. ഹൈപ്പ് മാക്സിമം കൊടുക്കുക. അപ്പൊ ദിലീപ് കേസില് ഈ പറയുന്ന പോലെ ദിലീപ് നിരപരാധിയാണെന്ന് പറഞ്ഞ് കോടതി വെറുതെ വിട്ടിട്ടും ദിലീപാണ് കുറ്റവാളി, ദിലീപാണ് ഇതിന്റെ പിന്നിലെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. നമ്മൾ എപ്പോഴും കോടതിയുടെ വിധിയെ മാനിക്കണം. അന്തിമ തീരുമാനം, അന്തിമ വിധി എപ്പോഴും കോടതിയുടേതാണ്. ആ വിധിയെ നമ്മൾ മാനിക്കണം. എന്നാൽ അന്നും ആ കേസിൽ കുറെ ദുരൂഹതകൾ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു ജംഗിളി റമി, നമ്മുടെ ലാലിന്റെ വീട്ടിൽ വെച്ചിട്ടൊക്കെ വണ്ടിയൊക്കെ എടുത്തോണ്ട് പോയിട്ട് ആ പ്രൊഡക്ഷൻ കൺട്രോളിന്റെ വണ്ടി ഒന്നും കാറ്റി പറത്തിയിട്ട വളി പോലെ പോയെന്നുണ്ട്. അതുകൊണ്ട് അതിലൊന്നും അന്വേഷണങ്ങൾ നടന്നിട്ടില്ല. നേരെ ടാർഗറ്റ് ചെയ്ത് ദിലീപാണ് ഇതിന്റെ പിന്നിലെന്ന് പറയുന്നത് പോലെയാണ് ആദ്യം മുതലേ ദിലീപ് എന്ന് പറഞ്ഞ് മീഡിയക്കാരടക്കം ഈ കേസിൽ ഇഞ്ചക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിൽ മൊട്ടച്ചാട്ടന് ദിലീപിന്റെ കക്കൂസിന്റെ അകത്ത് ഒരു ട്രോൺ പറത്തുന്ന പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൊട്ടം കോമഡികളും നടന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോ ഈ കേസിൽ കോടതി വിധി വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ദിലീപ് നിരപരാധിയാണെന്ന് പറഞ്ഞ് തെളിഞ്ഞു. എന്നാൽ ഈ ആക്രമിക്കപ്പെട്ട നടിക്ക് നീതി ലഭിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരെ നീതി ലഭിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അവരെ ആക്രമിച്ചതിന്റെ പിന്നിലുള്ള പൾസസുനിയും അതിന്റെ പിന്നിൽ ഗൂഢാലോചന നടത്തിയവർക്കും ശിക്ഷ കിട്ടിയിട്ടില്ല. ഈ ഗൂഢാലോചന നടത്തിയവരെ കണ്ടുപോലും പിടിച്ചിട്ടില്ല. എന്നാൽ പൾസസുനിക്ക് നേരെ ശിക്ഷ കിട്ടിയിട്ടുണ്ടോ? അതും കിട്ടിയിട്ടില്ല. അത് മാത്രം ആണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. ഇനി ദിലീപ് കേസ് ഇത്രയും കാലം കഴിഞ്ഞിട്ട് വീണ്ടും കുത്തിപ്പൊങ്ങി അല്ലെങ്കിൽ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ്. അതാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനന്തു സുരേഷ് കുമാർ എന്ന് പറയുന്ന ഒരുത്തനാണ്. അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണന്റെ മകനായിട്ടുള്ള യവനാണ് ഇപ്പോൾ ഈ കേസ് വീണ്ടും കുത്തിപ്പൊക്കി വേറൊരു വഴിത്തിരിവിലേക്ക് തിരിച്ചുവിട്ടിട്ടുള്ളത്. ഈ അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണുമായിട്ട് ഈ അനന്തു കൃഷ്ണൻ ഒരു ബന്ധവുമില്ല. രണ്ട് വഴിക്കാണ്. അമ്മയും മകനും എന്നുള്ളൊരു പേര് മാത്രമേ ഉള്ളൂ. ഇനി അമ്മ ദിലീപിനെ സപ്പോർട്ട് ചെയ്തത് കൊണ്ട് അമ്മയ്ക്കെതിരെയുള്ള എന്തെങ്കിലും ഒരു സാധനമായിട്ടാണോ ഈ പറയുന്ന മകൻ എത്തിയതെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഇവരുടെ അമ്മയും മകനും തമ്മിലുള്ള ഫൈറ്റ് ആണോ ദിലീപിന്റെ കേസ് എന്ന് വരെ എനിക്ക് സംശയമുണ്ട്. പ്രത്യേകിച്ച് ഇത്രയും നാളില്ലാണ്ട് ഇപ്പൊ എവിടെ നിന്നാ നീ കുറ്റിയും പറിച്ചുകൊണ്ട് വന്നെന്നുള്ള ഒരു ചോദ്യം കൂടിയാണ് എനിക്ക് ചോദിച്ചുകൊണ്ടാണ് തുടങ്ങാനുള്ളത്. ഇനി അഡ്വക്കേറ്റ് ഈ പറയുന്ന സംഗീത ലക്ഷ്മണൻ അന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ടു നോക്ക്. അല്ല, ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം ക്ലാരിഫൈ ചെയ്തോട്ടെ. എവിടെയാണ് എപ്പോഴാണ് ദിലീപ് നിരപരാധിയാണ് എന്നൊരു നിലപാട് ഞാൻ എടുത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഞാൻ ദിലീപ് നിരപരാധിയാണ് എന്ന് പറയാൻ ഈ കേസിൽ അല്ലെങ്കിൽ ദിലീപ് ഉൾപ്പെട്ട കേസിൽ ദിലീപ് നിരപരാധിയാണെന്ന് പറയാൻ ഞാൻ ആരാണ്? അത് കോടതി തീരുമാനിക്കേണ്ട വിഷയമാണ്. കോടതിക്ക് മാത്രമേ അതിനുള്ള അധികാരവും അവകാശമുള്ളൂ. നമ്മളിവിടെ ഞാൻ തുടക്കം മുതൽ തന്നെ ദിലീപിന് ഫേവറബിളായി ഒരു നിലപാട് പരസ്യമായ നിലപാട് സ്വീകരിക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത് കേരള പോലീസ് ഈ കേസിൽ ചെയ്തിട്ടുള്ള പ്രവൃത്തികളും അവർ ഫയൽ ചെയ്തിട്ടുള്ള കടലാസുകളും കേസ് റെക്കോർഡ്സിന്റെ ബേസിസിലാണ്. കേസ് ഡയറി അല്ല, കേസ് ഡയറി എനിക്ക് കാണാൻ കഴിയുമില്ല. കേസ് റെക്കോർഡ്സിന്റെ ബേസിസിൽ, അതായത് ഈ സത്യത്തിൽ ദിലീപിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് വരെ ഞാൻ ഇത് ആദ്യത്തെ ദിവസം ഇദ്ദേഹത്തിനെ 18 മണിക്കൂറോളം ചോദ്യം ചെയ്ത ദിവസങ്ങളിലൊക്കെ ഞാനിതൊരു സച്ചിൻ തെണ്ടുൽക്കർ സെഞ്ചുറി അടിക്കുന്നത് കാണുന്ന ലഹരിയോടെയാണ് ഞാനും ഇരുന്നത് കണ്ടത്. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ലേ എന്നുള്ള ഒരു തോന്നലാണ് ഞാനത് കണ്ടുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് 2 ദിവസം പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള അവസരത്തിൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് കാണുമ്പോഴും അത് കണ്ടപ്പോൾ ഞാൻ മനസ്സിൽ സത്യത്തിൽ അത് ആലോചിച്ചത് ഫ്രണ്ട്ലി മാച്ച് ഗോയിങ് ഓൺ, എല്ലാവരും കൂടെ ചേർന്ന് തോത്ത് കളിക്കുകയാണെന്നാണ് എനിക്ക് തോന്നിയത്. സത്യത്തിൽ ഇത് കേരള പോലീസിന്റെ അതിക്രമമാണെന്നും അബ്യൂസ് ഓഫ് പവർ ആണെന്നും മിസ്യൂസ് ഓഫ് പവർ ആണെന്നും ഒക്കെ എനിക്ക് ബോധ്യമാവുന്നത്, അല്ലെങ്കിൽ എനിക്ക് സംശയങ്ങൾ തോന്നി തുടങ്ങുന്നത് അദ്ദേഹത്തിന് ശ്രീ ദിലീപ് എന്ന് പറയുന്ന നടനെ അല്ലെങ്കിൽ പ്രമുഖ വ്യക്തിയെ കൊണ്ടുപോയി അറിയപ്പെടുന്ന ഒരാളെ കൊണ്ടുവന്ന് കേരള പോലീസ് പരേഡ് ചെയ്യുന്നത് കണ്ടില്ലേ, തെളിവെടുക്കാനായിട്ട് കൊണ്ടു നടക്കുന്നത് കണ്ടില്ലേ. നിങ്ങളുടെ മീഡിയ ഈ അബാദ് പ്ലാസയുടെ റൂമിൽ ഹോട്ടൽ അബാദ് പ്ലാസയുടെ മുറിക്കകത്ത് കയറുമ്പോൾ എനിക്ക് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത്, അല്ലെങ്കിൽ എന്നെ വല്ലാതെ വേദനിപ്പിച്ച ഒരു അവസരം എന്ന് പറയുന്നത്, നമ്മളിത് വളരെ ട്രോളിലൊക്കെ കണ്ടു, എന്തിനാ ചേട്ടാ വായി തോന്നിയത് പറയുന്നതെന്ന് ദിലീപ് വളരെ നിസ്സഹായനായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദിക്കുമ്പോൾ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ അല്ലെങ്കിൽ അതിന് കൂടെ ഉണ്ടായിരുന്ന പോലീസ് ഓഫീസർ ചെയ്യുന്നത് എന്താ? അദ്ദേഹത്തിന്റെ വായ മൂടി കെട്ടി അകത്തോട്ട് കയറ്റുക, എന്നിട്ട് മീഡിയയ്ക്ക് ഉള്ള ആക്സസ് മുഴുവൻ കൊടുക്കുക. വാട്ട് പ്രിവെന്റഡ് ദ പോലീസ് ഫ്രം പ്രിവെന്റിംഗ് ദി മീഡിയ പേഴ്സണൽ ടു എൻറ്റർ ദി ഹോട്ടൽ പ്രൊമൈസസ്? തെളിവെടുക്കാൻ പോകുന്നിടത്ത് മാധ്യമങ്ങൾക്ക് അവിടെ എന്താ കാര്യം? അദ്ദേഹത്തിന് ഇങ്ങനെ എഴുന്നള്ളിച്ച് കൊണ്ട് നടക്കുന്നത് കേരള പോലീസിന്റെ അതിന് അനുവദിച്ചു കൊടുത്തത്. അപ്പം അവിടെയെല്ലാം മറ്റെന്തൊക്കെയോ ഇൻട്രസ്റ്റുകളുണ്ട്. കേരള പോലീസിന്റെ ഇമേജ് എന്ന് പറയുന്നത് നടൻ ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നതാണ് എന്നൊരു അവസ്ഥയിലേക്ക് നിങ്ങളുടെ മാധ്യമങ്ങളുടെ ഒത്താശയോടുകൂടി കേരള പോലീസിന് കൊണ്ടുവരാൻ പറ്റി എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഓക്കെ, ഇതാണ് അഡ്വക്കേറ്റ്
സംഗീത ലക്ഷ്മണൻ എന്ന് പറയുന്ന അവരുടെ വാക്കുകൾ. അന്ന് ഈ ദിലീപ് കേസിൽ ദിലീപിനെ 100% കുടുക്കിയതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ദിലീപ് കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം, പക്ഷെ അത് തെളിയിക്കേണ്ട കോടതിയാണ്. കോടതിയിൽ പോലും മിതമായ തെളിവുകളില്ല. എന്നാൽ മീഡിയക്കാര് ദിലീപാണ് ഇതിന്റെ പിന്നിൽ, ദിലീപാണ് ഇത് ചെയ്യിപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചേൽപ്പിക്കുകയായിരുന്നു ജനങ്ങളുടെ മനസ്സിൽ. അല്ലാണ്ട് മീഡിയക്കാര് ഇത്രയും ന്യൂസ് ഇങ്ങനെ സാധാരണക്കാരായ ജനങ്ങളുടെ മനസ്സിൽ അടിച്ചേൽപ്പിച്ചതല്ലാണ്ട് ദിലീപിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ദിലീപാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞ് എന്തെങ്കിലും തെളിവ് മീഡിയക്കാർ കാണിച്ചോ? ഇല്ല. പകരം ദിലീപാണ് 3 നേരം ചോറ് തിന്നുന്ന പോലെ ആ ഒരു സെറ്റപ്പിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് മാത്രമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. കുറെ വിഡ്ഢികളായ ജനങ്ങൾ, അവർ സാധാരണക്കാരായ ജനങ്ങൾ മീഡിയക്കാർ പറയുന്ന കണ്ണടച്ചങ്ങ് വിശ്വസിച്ചു. ഈ മീഡിയക്കാരന്മാരടക്കം അജണ്ട കീപ്പ് ചെയ്തിട്ടാണ് പോയത്. ദിലീപിനെ ഇതിന്റെ പിന്നിലാക്കണം, ദിലീപിന്റെ കരിയർ തകർക്കണം, ദിലീപിനെ നശിപ്പിക്കണം എന്നുള്ളൊരു കാര്യമാണ് മീഡിയക്കാരടക്കം അവിടെ അടിച്ചേൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. മീഡിയക്കാർ സത്യം പറയാൻ മടിക്കുന്നുണ്ട്, സത്യം തുറന്ന് കാട്ടി പുറത്ത് കൊണ്ടുവരാനും മടിക്കുന്നുണ്ട്. പൾസ സുനിയെ പോലത്തെ ഒരു തേർഡ് റൈറ്റ് ചാറ്റെ വെച്ചിട്ട് റിപ്പോർട്ടർ ചാനൽ ഈ ഒളി ക്യാമറ ഇന്റർവ്യൂ നാടകം വരെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ലിറ്ററലി ഫേക്ക് അല്ലേ? ദിലീപ് എന്ന് പറയുന്നവന്റെ കരിയർ തൊലച്ച്, അവന്റെ ജീവിതം തൊലച്ച്, അവനെ നാറാണത്താക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന മീഡിയക്കാരും പോലീസുകാരും എല്ലാം കൂടി ചേർന്ന് കളിച്ച ഒത്താശയല്ലേ? കോടതിയിൽ പോയപ്പോൾ ഇതെല്ലാം പൊളിഞ്ഞു. കാരണം ജനമനസ്സുകളിൽ ദിലീപിന് വെറുപ്പും ഈ പറയുന്നത് പോലെ ദിലീപിന്റെ കരിയറും എല്ലാം തൊലച്ചെങ്കിലും കോടതിയിൽ തെളിവില്ലാത്തത് കൊണ്ട് ദിലീപിനെ വെറുതെ വിട്ടു. യഥാർത്ഥ കുറ്റവാളികളെ പിടിച്ചിട്ടുണ്ടോ? ഇല്ല. ഇതിന്റെ പിന്നിൽ നടൻ ജംഗ്ലി റമ്മി അടക്കം നമുക്ക് സംശയത്തിന്റെ മുൾമുനയിൽ നിർത്താം. കാരണം വണ്ടിയുടെ കേസ്, അങ്ങനെ കുറെ കേസുകളുണ്ട്. വീണ്ടും സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങളൊന്ന് ഇരുന്ന് ചിന്തിക്കുക. പക്ഷെ ഇപ്പോ ദിലീപിനെ വെറുതെ വിട്ട് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ കേസ് ഒരു ചർച്ചാ വിഷയമാക്കാൻ വേണ്ടിയിട്ട് കുത്തിപ്പൊക്കി തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അല്ലെങ്കിൽ ദിലീപിന്റെ കരിയർ വീണ്ടും ഫ്ലോപ്പ് ആക്കാൻ വേണ്ടിയിട്ട്, ദിലീപിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ശ്രമിക്കുകയാണ്. ലാസ്റ്റായിട്ട് ലാലേട്ടനും ഈ പറയുന്ന ദിലീപും കൂടി ഒരു പടം ഇറങ്ങി അങ്ങോട്ട് അടിച്ച് കയറിയല്ലോ. ഏത് ഹൈപ്പ് കേറി എങ്ങോട്ട് ആ സെറ്റപ്പിൽ കയറി പോയപ്പോൾ നൈസായിട്ട് അടുത്ത ദിലീപിന്റെ കരിയറിൽ ഒരു കംബാക്ക് ആണെന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് വീണ്ടും ദിലീപിനെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ സ്വന്തം അമ്മയോടുള്ള പക തീർക്കാനാകാം ഈ ഒരു തിരിച്ചു വരവ് അല്ലെങ്കിൽ ഈ ഒരു വരവെന്ന് നമുക്ക് പറയേണ്ടി വരും. ആരുടെ വരവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനന്തു സുരേഷ് കുമാർ, അതായത് അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണന്റെ മകൻ. അമ്മയും മകനും തമ്മിൽ ഒരു ചേർച്ചയുമില്ലാത്ത 2 ആൾക്കാരാണ്. എന്തായാലും 2019 തന്റെ അമ്മയെ കുറിച്ചിട്ട് അനന്തു കൃഷ്ണൻ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാനൊന്ന് വായിക്കാം, എന്റെ കുറച്ചേ ഞാൻ വായിക്കുന്നുള്ളൂ. എന്റെ അമ്മ അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണ എന്റെ കല്യാണത്തിന് ഉണ്ടാവില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദ്യത്തിന് ഉള്ള ഉത്തരം ഓരോരുത്തരുടേതുമായി പറയാനുള്ള താല്പര്യവും സമയവും എനിക്കില്ലാത്തത് കൊണ്ടാണ് വളരെയധികം വേദനയോടെ ഇത് ഇവിടെ എഴുതുന്നത്. അമ്മയും അച്ഛനും 23 വർഷം മുൻപ് വേർപിരിയുകയും നിയമപരമായി വിവാഹമോചിതരായതുമാണ്. എനിക്ക് ഏട്ടനും അനിയനും 3 വയസ്സുള്ളവരെയാണ് ഞങ്ങൾ അമ്മയോടൊപ്പം ജീവിച്ചിട്ടുള്ളത്. അമ്മ എനിക്ക് തന്നിട്ടുള്ള സുന്ദരമായ ബാല്യകാല ഓർമ്മകളിലുള്ളത് ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് തല്ലി ചതച്ചതിൻ്റെയും മൂർച്ചയുള്ള പലതും കൊണ്ട് ദേഹത്ത് മുറിവേൽപ്പിച്ച് ചോര വരുമ്പോൾ പോലും ഒരു തുള്ളി മരുന്ന് വെച്ച് തരാനുള്ള മനസ്സ് പോലും കാണിച്ചിട്ടില്ലാത്ത അമ്മയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറേ 2019 സ്വന്തം അമ്മയെ കുറിച്ചിട്ട് കുറച്ചധികം കാര്യങ്ങൾ ഈ പറയുന്ന അനന്തു സുരേഷ് കുമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ അർത്ഥം തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഈ അമ്മയും മകനും തമ്മിൽ നല്ല അടി പിണേ യോജിപ്പില്ല. ഇനി അമ്മയ്ക്ക് എതിരെ ഈ പറയുന്ന അല്ലെങ്കിൽ അമ്മ സപ്പോർട്ട് ചെയ്യുന്ന ദിലീപിനെതിരെ വന്നിട്ടൊരു അടി ഉണ്ടാക്കി ഇവർ തമ്മിൽ അടിക്കാനുള്ള പ്ലാൻ ആണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. എന്തായാലും എല്ലാത്തിന്റെ ഇടയിലും കരിവാരി തയ്ക്കപ്പെടുന്ന ദിലീപ് തന്നെയാണ്. ദിലീപ് എന്തുമാത്രം ഇതിന് മാത്രം തെറ്റിയതെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും കൊള്ളാം കണക്കിനെന്ന് വെച്ച് കഴിഞ്ഞാൽ അപാര കണക്കിന്. എന്തായാലും ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഈ പറയുന്ന സംഗീത ലക്ഷ്മണൻ എന്ന് പറയുന്ന അവരുടെ മകൻ വന്നിട്ടുള്ള ആരോപണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലചന്ദ്രകുമാറിന്റെ മരണം, അതിൽ ദുരൂഹത, അത് ദിലീപും ഡോക്ടറും ഒക്കെ ഉള്ള ചേർന്നുള്ള ഒത്താശയുടെ പുറത്ത് ചെയ്തു കൂട്ടിയതാണെന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ക്ലിയർ ആയിട്ട് അതൊന്ന് കേൾക്കാം. കേട്ടിട്ട് സംസാരിക്കുന്നില്ല അതിന്റെ ഒരു രീതി. ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ വളരെ ചുരുക്കുന്നതോട് പറയാം. കാലിലുണ്ടായ ഒരു നീരായിരുന്നു ആദ്യമായി ബാലചന്ദ്രകുമാറിൽ കണ്ട ഒരു രോഗലക്ഷണം. തുടർന്നുണ്ടായ പരിശോധനകളിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഒരു കിഡ്നിയിൽ ഒരു സ്റ്റോൺ ഉണ്ട് എന്ന് കണ്ടെത്തി. ആ സ്റ്റോൺ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം തിരുവനന്തപുരത്തെ SUT ഹോസ്പിറ്റലിൽ എത്തുന്നത്. അദ്ദേഹം എത്തുന്നത് സീനിയർ യൂറോളജിസ്റ്റ് ആയിരുന്ന ഡോക്ടർ ശിവരാമകൃഷ്ണന്റെ മുന്നിലാണ്. അപ്പോൾ ഒരു കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ട്, മറ്റേ കിഡ്നിക്ക് ഒരു കുഴപ്പമില്ല. ഇതാണ് അദ്ദേഹത്തിന്റെ ഇനീഷ്യൽ അവസ്ഥ. അപ്പോൾ അദ്ദേഹത്തിന്റെ ക്രിയാറ്റിന്റെ അളവ് 6.2. ആ അവസ്ഥയിൽ ഡോക്ടർ ബാലചന്ദ്രകുമാറിനോട് ആദ്യം പറഞ്ഞ കാര്യം, 4 or 5 ദിവസം മരുന്നുകൾ കഴിച്ച് ഇൻഫെക്ഷൻ ഒന്ന് നിയന്ത്രിച്ചതിന് ശേഷം നമുക്ക് സ്റ്റോൺ റിമൂവ് ചെയ്യാം.
ഈ പറഞ്ഞ ഡോക്ടർ വളരെ പെട്ടെന്ന് അഭിപ്രായം മാറ്റി പിറ്റേ ദിവസം തന്നെ കിഡ്നി റിമൂവ് ചെയ്യാനായിട്ടുള്ള സർജറിയിലേക്ക് കിടക്കുന്നു. സർജറിക്ക് ശേഷമുള്ള ദിവസം ഞാനൊരു കാര്യം പറയട്ടെ. ഓക്കെ, ഡോക്ടറിന്റെ തീരുമാനം മാറ്റി എന്നാണല്ലോ താങ്കളുടെ കണ്ടെത്തൽ. ഇതിന്റെ പിന്നിൽ ദിലീപാണെന്ന് താൻ എങ്ങനെയാണ് തെളിയിക്കുന്നത്? അല്ലെങ്കിൽ ഇതിന് പിന്നിൽ ദിലീപാണ് ദുരൂഹതയും അല്ലെങ്കിൽ ഈ പ്ലാനിംഗ് എല്ലാം നടത്തിയെന്നാണ് തനിക്ക് എന്ത് തെളിവാണ് കിട്ടിയിട്ടുള്ളത്? താൻ പറഞ്ഞു. അസഹനീയമായ വേദനയാണ് ബാലചന്ദ്രകുമാർ പരാതിപ്പെട്ടത്. അപ്പോൾ ഇത്രയും വേദന അനുഭവിക്കുമ്പോൾ സാധാരണ ഇത്തരം രോഗികൾ എന്ന് ബാലചന്ദ്രകുമാറിന്റെ ഭാര്യയും കുടുംബവും ഒക്കെ ഹോസ്പിറ്റലിലുള്ള മറ്റ് ഡോക്ടർമാരോടും നഴ്സുമാരോടും ഒക്കെ ചോദിച്ചപ്പോൾ അവർ തന്നെ അസ്വാഭാവികത അപ്പം തന്നെ ബാലചന്ദ്രകുമാറിന്റെ കുടുംബത്തോട് പറഞ്ഞിരുന്നു. ഓരോ ദിവസവും കഴിയും തോറും ക്രിയാറ്റിന്റെ അളവ് കുറഞ്ഞില്ല എന്ന് മാത്രമല്ല, 5-ാം ദിവസത്തിലെത്തിയപ്പോഴത്തേക്കും അത് ക്രമാതീതമായി വർദ്ധിച്ചു. 11.8 എന്ന് പറയുന്ന ഭയാനകമായ നിരക്കിലേക്ക് ക്രിയാറ്റിൻ വളരെ ഉയരുകയാണുണ്ടായത്. ആ അവസ്ഥയിൽ ബാലചന്ദ്രകുമാറിനെ അറിയിക്കുന്നത് അദ്ദേഹത്തിന് ഡയാലിസിസിലേക്ക് കിടക്കേണ്ടി വരും. അദ്ദേഹത്തിന്റെ 2 കിഡ്നിയിലും ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഉടനെ ഡയാലിസിസിലേക്ക് കിടക്കേണ്ടി വരും. 4-5 ഡയാലിസിസുകൾക്ക് ശേഷം അദ്ദേഹം ഭേദമാകും. ഡയാലിസിസിന് ശേഷം തിരിച്ച് വീട്ടിൽ ബാലചന്ദ്രകുമാർ പോയി 1 മാസത്തിന് ശേഷം അദ്ദേഹത്തിന് മൂത്രത്തിൽ രക്തം കണ്ടു തുടങ്ങാണ്. അന്ന് തന്നെ അദ്ദേഹം ആദ്യമായിട്ട് മൂത്രത്തിൽ രക്തം കണ്ട അന്ന് തന്നെ അദ്ദേഹം ഇതേ ആശുപത്രിയിലെത്തി പരിശോധനകൾ നടത്തി. എന്തുകൊണ്ടാണ് രക്തം വരുന്നതെന്ന് കണ്ടെത്താൻ ഡോക്ടർമാർക്ക് സാധിച്ചില്ല. അങ്ങനെ കാത്തറ്റർ ഇട്ട് അദ്ദേഹം തിരിച്ച് വീട്ടിലേക്ക് പോയി. തുടർന്നുള്ള ദിവസങ്ങളിൽ മൂത്രത്തിൽ കാണപ്പെട്ട രക്തം. ഞാനൊരു കാര്യം പറയട്ടെ. അദ്ദേഹത്തിന്റെ ചികിത്സയിലുണ്ടായി പിഴവുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ആശുപത്രിക്കെതിരെ നിങ്ങൾ മുന്നോട്ട് പോകണം, ആശുപത്രിക്കെതിരെ സംസാരിക്കണമായിരുന്നു. പക്ഷെ ഇതൊന്നും ചെയ്യാണ്ട് നിങ്ങൾ തന്നെ ഇത് എവിടെ നിന്നോ കണ്ടെത്തിയത് പോലെ സംസാരിക്കുകയാണ്. ഇത് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്? വാ കൊണ്ട് നിങ്ങൾ പറയുന്നതിന് ഉപരി എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ സംസാരിക്കുന്നത്? പിന്നെ ഇതിന്റെയൊക്കെ പിന്നിൽ ഇനി ദിലീപാണെന്ന് നിങ്ങൾ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ ആരോപണങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് അങ്ങേരുടെ തലയിൽ ഇരിപ്പുള്ളത്. അതിന്റെ കൂടെ ഇതും കൂടി എടുത്തങ്ങ് വെച്ചുകൊടുക്കുകയാണ്. ഇനി ബാലചന്ദ്രകുമാറിനെയും കൂടി തീർത്തത് ദിലീപാണ്. ഈ ഒരു സാധനം കൂടി എടുത്തങ്ങ് വെച്ചുകൊടു. വഴിയെ പോയല്ലേ, ചെണ്ടയല്ലേ, അവനും കയറി ഇറങ്ങിയിട്ട് അടിച്ചിട്ട് കൊട്ടിയിട്ട് പോവാൻ കോപ്പ്. അളവ് ഭയങ്കരമായി കൂടി. ഒരവസ്ഥയിൽ കട്ട രക്തത്തിന്റെ നിറമായി മാറി അദ്ദേഹത്തിന്റെ മൂത്രം. വീണ്ടും ഇതേ ആശുപത്രിയിലെത്തി വീണ്ടും ഒരുപാട് പരിശോധനകൾ നടത്തി. അപ്പോഴും എന്തുകൊണ്ടാണ് ഈ മൂത്രത്തിൽ രക്തം വരുന്നതെന്ന് കണ്ടെത്താൻ ആ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർക്ക് സാധിച്ചില്ല. തന്റെ ചികിത്സാ റിപ്പോർട്ടുകളും വിവരങ്ങളും പുറത്തുള്ള മറ്റു പല ഡോക്ടർമാരുമായി പങ്കുവെച്ച ബാലചന്ദ്രകുമാറിന് കിട്ടിയ ഒരു നിരീക്ഷണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സ്റ്റോണുള്ള കിഡ്നിയിൽ സ്റ്റെന്റ് ഇട്ടിട്ടുണ്ട്. അത് കൂടാതെ അദ്ദേഹം ബ്ലഡ് തിന്നിങ്ങിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഹെപ്പാരിൻ എന്ന് പറയുന്ന മരുന്നും ഇതും ഈ സ്റ്റെന്റും കൂടിയുള്ള കോമ്പിനേഷനിൽ ഒരു പക്ഷേ ഇങ്ങനെ ബ്ലീഡിങ് സംഭവിക്കാം എന്നൊരു ഉപദേശം, ഒരു നിരീക്ഷണം വെളിയിലുള്ള ചില ഡോക്ടർമാരുടെ കയ്യിൽ നിന്ന് കിട്ടിയ ബാലചന്ദ്രകുമാർ ഇത് SUTയിലുള്ള ഡോക്ടർ ശിവരാമകൃഷ്ണനുമായിട്ട് ഇത് പങ്കുവെച്ചപ്പോൾ അദ്ദേഹം ആ സാധ്യത തള്ളിക്കളയാണ് ചെയ്തത്. സ്റ്റെന്റ് റിമൂവ് ചെയ്യുന്നതിന്റെ സാധ്യതകളെ കുറിച്ച് ചോദിച്ചപ്പോഴും അതിന്റെ ആവശ്യമില്ലെന്നാണ് ഡോക്ടർ ശിവരാമകൃഷ്ണൻ പറഞ്ഞത്. ഒടുവിൽ ബാലചന്ദ്രകുമാർ കുറച്ചധികം നിർബന്ധിച്ച് തന്നെ ആ സ്റ്റെന്റ് റിമൂവ് ചെയ്യാനായിട്ടുള്ള പ്രക്രിയകളിലേക്ക് കടക്കുമ്പോഴാണ് ബാലചന്ദ്രകുമാർ അറിയുന്നത് അദ്ദേഹത്തിന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ അദ്ദേഹത്തിന്റെ ഒരു കുഴപ്പവും ഇല്ലാതിരുന്ന 2ാമത്തെ കിഡ്നിയിൽ കൂടി, ഫുള്ളി ഫങ്ഷണൽ ആയിരുന്ന 2ാമത്തെ കിഡ്നിയിൽ കൂടി നേരത്തെ ഈ ഡോക്ടർ ആ കിഡ്നിയിലും ഒരു സ്റ്റെന്റ് കൂടി ഇട്ടിരുന്നു. അതായത് ആ അവസ്ഥയിൽ അദ്ദേഹത്തിന്റെ 2 കിഡ്നികളിൽ സ്റ്റെന്റ് ഉണ്ട്. ആ 2ാമത്തെ കിഡ്നിയിൽ ഫുള്ളി ഫങ്ഷണൽ ആയ ആ കിഡ്നിയിൽ സ്റ്റെന്റ് ഇടുന്ന കാര്യം ബാലചന്ദ്രകുമാർ അറിഞ്ഞിരുന്നില്ല. ഈ സ്റ്റെന്റ് റിമൂവൽ തന്നെ വളരെയധികം വേദനാജനകമായ ഒരു എക്സ്പീരിയൻസ് ആണ് ബാലചന്ദ്രകുമാർ സമ്മാനിച്ചത്. ഏതായാലും സ്റ്റെന്റുകൾ റിമൂവ് ചെയ്തതിനു ശേഷം ഇമ്മീഡിയറ്റ്ലി തന്നെ അദ്ദേഹത്തിന്റെ മൂത്രത്തിലൂടെ രക്തം പോകുന്ന അവസ്ഥ നിന്നു. തിരിച്ച് വീട്ടിലേക്ക് പോയ ബാലചന്ദ്രകുമാർ അദ്ദേഹത്തിന് പരിചയമുള്ള മറ്റു ഡോക്ടർമാർ വഴിയും അല്ലാതെയും ഒക്കെ. ഒരു സെക്കൻഡ്, ഇപ്പൊ ഡോക്ടറിന്റെ കഥകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. ദിലീപിന് എല്ലാ വിധേനയും കൊടുക്കാൻ നോക്കി, മാക്സിമം നല്ല പോലെ കൊടുക്കാൻ നോക്കി. നടന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ തെളിവുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ മൂഞ്ചി എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് പുതിയ ആരോപണങ്ങളായിട്ട് ഓരോരുത്തർ ഉടലെടുക്കുന്നു. ഇനി നിങ്ങൾ നോക്കിയോ, ഇതിന്റെ പിന്നാലെ ആരെങ്കിലുമൊക്കെ വരും. ദിലീപിനെ മാനയാണ് കോണയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരെങ്കിലുമൊക്കെ വരും. ഇതിപ്പോ നല്ല പോലെ ഒന്നുകൂടി പ്രീ പ്ലാൻ ചെയ്തുകൊണ്ട് ബാലചന്ദ്രകുമാറിന്റെ കേസ് എടുത്തിട്ടുകൊണ്ട് ദിലീപിനെ കൊടുക്കാനുള്ള അടുത്ത ഒരു ട്രാപ്പാണ് ഈ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ കോടതി തെളിയിക്കട്ടെ, അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ തെളിയിക്കട്ടെ. ശ്രീലേഖ IPS എന്ന് പറയുന്ന ആ ഒരു മാഡം കുറേ കാര്യങ്ങൾ റിട്ടയർ ആയതിനു ശേഷം വന്ന് തൻ്റെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ അത്യാവശ്യം ചോറുണ്ണുന്നതിന് കാര്യങ്ങളെല്ലാം നല്ല പോലെ മനസ്സിലാവും.
ഇനി വന്ന് കിടന്ന് മെഴുകി വീണ്ടും ദിലീപ് എന്ന് പറയാണ്ട് യഥാർത്ഥ കുറ്റവാളികളായ ജംഗ്ലികൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ കണ്ടുപിടിക്കാൻ നോക്ക് കേട്ടോ. അല്ലാണ്ട് വന്നിരുന്നിട്ട് വീണ്ടും മെഴുകി ദിലീപാണ് എൻ്റെ പിന്നിൽ എടാ പോടാ വല്ല പണിയും നോക്കടാ കോപ്പ്. ഈ നടന്ന കാര്യങ്ങളെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ പല സംശയങ്ങളും അദ്ദേഹത്തിന് തോന്നി തുടങ്ങി. കാരണം സാധാരണഗതിക്ക് അദ്ദേഹത്തിന്റെ ഈ ഒരു കുഴപ്പവുമില്ലാത്ത കിഡ്നിയിൽ സ്റ്റെന്റ് ഇട്ടു എന്ന് പറയുന്നത് വളരെ ദുരൂഹമാണ്. എന്തുകൊണ്ട് ഡോക്ടർ ശിവരാമകൃഷ്ണൻ അങ്ങനെ ചെയ്തു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ന് പല ഡോക്ടർമാരും ബാലചന്ദ്രകുമാറിനെ അറിയിച്ചു. സാധാരണഗതിക്ക് രണ്ടാമത്തെ കിഡ്നിക്ക് ഒരു തകരാറും ഇല്ലെങ്കിൽ ആ കിഡ്നിയിൽ ഇത്തരം പ്രക്രിയകൾക്കിടയിൽ തൊടുകയെ ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നും പല ഡോക്ടർമാർ ബാലചന്ദ്രകുമാറിനോട് പറഞ്ഞു. അങ്ങനെ ഉണ്ടെങ്കിൽ ഡോക്ടർമാരും ഹോസ്പിറ്റലിലെ റെപ്യൂട്ടഡ് ആയിട്ട് ബാധിക്കേണ്ടത് അല്ലേ? അങ്ങനെയാണ്. പറ. ഇതിപ്പോ തുടക്കം ഇട്ട് കൊടുക്കുകയാണ്. അതായത് ബാലചന്ദ്രകുമാറിനെ തീർത്തതാണ് എന്നുള്ള സാധനം വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ സാധനം തുടക്കം ഇടുന്നത്. നിങ്ങൾ നോക്കി എഴുതി വെച്ചു. ഇതിന്റെ പിന്നാലെ വേറെ കുറെ എണ്ണൊക്കെ ഇപ്പൊ വരും. സത്യം ഉണ്ടായ ഈ സംശയങ്ങൾ ബാലചന്ദ്രകുമാർ SUT ഹോസ്പിറ്റലിലെ മറ്റ് പല നഴ്സുമാരോടും ഡോക്ടർമാരോടും പങ്കിട്ടു. ഒരിക്കൽ ഈ ഡോക്ടർ ശിവരാമകൃഷ്ണനെ നേരിട്ട് കാണുന്ന ശിവരാമകൃഷ്ണന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു മെയിൽ നഴ്സിനെ ബാലചന്ദ്രകുമാർ നേരിട്ട് അറിയിക്കുകയും താനെത്തും പിറ്റേ ദിവസം ഒരു സമയത്ത് താനെത്തും ഡോക്ടർ ശിവരാമകൃഷ്ണനെ നേരിട്ട് കാണാനെന്ന് ശിവരാമകൃഷ്ണന്റെ അസിസ്റ്റന്റിനെ അറിയിച്ച് അങ്ങോട്ട് ചെല്ലുന്ന ബാലചന്ദ്രകുമാർ അറിയുന്നത് താനെത്തുന്നതിന് കുറച്ചു മുമ്പ് വരെ ഡോക്ടർ ശിവരാമകൃഷ്ണൻ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ഹാഫ് ഡേ ലീവ് എടുത്ത് പോയി. പിന്നീട് പലവട്ടം ബാലചന്ദ്രകുമാർ ഡോക്ടർ ശിവരാമകൃഷ്ണനെ നേരിട്ട് കാണാൻ ശ്രമിച്ചു. പക്ഷെ അതിന് അദ്ദേഹത്തിന് അനുവാദം കിട്ടിയില്ല. പല രീതിയിലും ഡോക്ടർ ശിവരാമകൃഷ്ണൻ തെന്നി നീങ്ങി. ഈ കാര്യങ്ങൾ നടക്കുന്നത് മൂന്നാഴ്ചക്കകം ബാലചന്ദ്രകുമാർ അറിയുന്നത് ഡോക്ടർ ശിവരാമകൃഷ്ണൻ ഒരു ലോങ് ലീവ് എടുത്ത് അമേരിക്കയിലേക്ക് പോയി എന്നുള്ളതാണ്. പിന്നീട് ഒരു വർഷത്തിന് ശേഷം ഡോക്ടർ ശിവരാമകൃഷ്ണൻ മടങ്ങിയെത്തിയതിനു ശേഷം ഒരിക്കൽ ബാലചന്ദ്രകുമാറും ഡോക്ടർ ശിവരാമകൃഷ്ണനും നേർക്കുനേർ കണ്ടിരുന്നു. ആ കാണുന്നത് ഡോക്ടർ ശിവരാമകൃഷ്ണൻ പടിയിറങ്ങി വരികയും ബാലചന്ദ്രകുമാർ പടിക്കെട്ടിന്റെ ഏറ്റവും താഴെയുമാണ് നിൽക്കുന്നത്. ബാലചന്ദ്രകുമാറിനെ കണ്ട ഡോക്ടർ ശിവരാമകൃഷ്ണൻ കഴുത്ത് വെട്ടിച്ച് ഇറങ്ങി വന്ന പടികൾ മുഴുവൻ തിരിച്ചു കയറി മുകളിലോട്ട് ഓടിപ്പോവുകയാണ് ചെയ്യുന്നത്. ഇത് വേറെ അടുത്ത് പറഞ്ഞില്ലല്ലോ. ഇതാര് ബാലചന്ദ്രകുമാർ അണ്ണനോട് പറഞ്ഞതാണോ? അന്നിരുന്ന് പറയുന്നോണ്ട് ചോദിച്ചത്. പലവട്ടം ഈ ഉണ്ടായ കാര്യങ്ങൾ എന്റെ ബലമായ സംശയം ഇങ്ങനെ എന്തോ സ്വപ്നം കണ്ട് അതിന് ചാൻസ് ഉണ്ട് വിവരിച്ച് ബാലചന്ദ്രകുമാർ തന്നെ നേരിട്ട് ഡോക്ടർ ശിവരാമകൃഷ്ണനെതിരെ പരാതി കൊടുക്കാൻ പുറപ്പെട്ടതാണ്. അന്ന് ഈ പുറത്തുള്ള അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ ഡോക്ടർമാർ തന്നെ അദ്ദേഹത്തെ വിലക്കുകയായിരുന്നു. കാരണം അങ്ങനെ ഒരു പരാതിയുമായി ബാലചന്ദ്രകുമാർ അപ്പം മുന്നോട്ട് പോയാൽ അദ്ദേഹത്തിന് പിന്നീട് ചെയ്യേണ്ടി വരുന്ന കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന് തയ്യാറാകാൻ ഒരു പക്ഷെ മറ്റ് ഹോസ്പിറ്റലുകൾ തയ്യാറായി വരില്ല. അപ്പോ അവസ്ഥയുടെ ഒരു ഭീകരത ആലോചിച്ച് നോക്കണം. തനിക്കെതിരെ ഇത്രയും അനീതി നടന്നു എന്ന് ബാലചന്ദ്രകുമാർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കി. അത് പുതിയ അറിവാണ് കേട്ടോ. അതായത് ഇപ്പൊ എനിക്ക് ഒരു ഹോസ്പിറ്റലിൽ ചികിത്സിച്ച് അവിടുത്തെ ഡോക്ടറുമായിട്ട് ഞാൻ അടിയും വഴക്കൊക്കെ ആയിക്കഴിഞ്ഞ് അടുത്ത് വേറൊരു ഹോസ്പിറ്റലിൽ ഞാൻ ചികിത്സിക്കാൻ പോയി കഴിഞ്ഞാൽ അവർ തിരിഞ്ഞു നോക്കില്ല എന്നത് എനിക്ക് പുതിയൊരു അറിവാണ്. തിരുവനന്തപുരത്തെ SUT മാത്രമല്ലല്ലോ, കിംസ്, നിംസ്, അത് ഇത് വേറെ എന്തൊക്കെയോ ഒരുപാടുണ്ടല്ലോ. അവിടെ എവിടെയെങ്കിലൊക്കെ ചികിത്സിച്ചുകൂടായിരുന്നു. എന്റെ പൊന്നെണ്ണ, ഇതൊക്കെ ബാലചന്ദ്രകുമാർ അറിഞ്ഞ കാര്യങ്ങളാണോ? അതിനെതിരെ പരാതിപ്പെടാൻ പോയപ്പോൾ ഈ നാട്ടിലുണ്ടായിരുന്ന കുമാറിന്റെ ഈ വിവാദമായ ഈ ഒരു കുഴപ്പമില്ലാത്ത കിഡ്നിയിൽ സ്റ്റെന്റ് ഇട്ട് ആഴ്ചകൾക്കകം ബാലചന്ദ്രകുമാറിന്റെ ഒരു ബന്ധുവിനോട് തന്നെ ഡോക്ടർ ശിവരാമകൃഷ്ണൻ പറഞ്ഞു, എന്തിനാണ് ബാലചന്ദ്രകുമാർ ദിലീപിനെതിരെ നിൽക്കുന്നത്? ദിലീപിനോടൊപ്പം സിനിമ ചെയ്യാനായിട്ടുള്ള അവസരം ബാലചന്ദ്രകുമാറിന് കിട്ടിയതല്ലേ? ദിലീപ് എന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ തന്നെ ബാലചന്ദ്രകുമാർ ദിലീപിനൊപ്പം ആയിരുന്നില്ലേ നിൽക്കേണ്ടതെന്ന് ഈ ഡോക്ടർ ശിവരാമകൃഷ്ണൻ ബാലചന്ദ്രകുമാറിന്റെ തന്നെ ഒരു ബന്ധുവിനോട് ചോദിച്ചിരുന്നു. അടുത്തത് എനിക്കറിയാൻ സാധിക്കുന്നതല്ലേ ഈ ബന്ധുവിനൊന്ന് കൊണ്ടുവരാവോ? ചുമ്മാ ഇത്രയും കാലമൊന്നും ഇല്ലാത്ത ബന്ധുക്കളും മിത്രങ്ങളും ശത്രുക്കളും എല്ലാം വീണ്ടും ഉടലെടുത്തിരിക്കുകയാണ്. ഡോക്ടർ ശിവരാമൻ പോയിട്ട് ബന്ധുവിനോട് ചോദിച്ചത്, ബന്ധുവാര് ശത്രുവാര്? കഷ്ടം. ഇപ്പൊ വന്നിരിക്കുന്ന പുതിയ കഥയുമായിട്ട്. ഈ ഡോക്ടർ ശിവരാമകൃഷ്ണൻ എന്ന് പറയുന്നത് നടൻ ജയറാമിന്റെ ഒരു അടുത്ത ബന്ധുവാണ് എന്നാണ്. കുറ്റകരമെന്നും മനഃപൂർവ്വമെന്നും തന്നെ നമുക്ക് സംശയിക്കാവുന്ന മറ്റൊരു വലിയ ഇടപെടൽ നടന്നിട്ടുള്ളത് അതേ ആശുപത്രിയിലെ തന്നെ. ദൈവമേ, ഇനി നടിയുടെ കേസിൽ ജയറാമിനും പങ്കോ? എന്തൊക്കെയാണോ എന്താ കേൾക്കാൻ പോകുന്നത്? കാർഡിയോളജിസ്റ്റിൽ നിന്നാണ്. ആ ഡോക്ടറുടെ പേര് ഡോക്ടർ രാജലക്ഷ്മി എന്നാണ്. അപ്പൊ അതിന്റെ സീക്വൻസ് ഒന്ന് ആലോചിക്കാം.
ഒരു കിഡ്നിയിൽ ഒരു സ്റ്റോൺ എന്ന വളരെ സാമാന്യം വളരെ പെട്ടെന്ന് തന്നെ പരിഹാരം ഉണ്ടാക്കാവുന്ന ഒരു ആരോഗ്യാവസ്ഥയുമായി ബാലചന്ദ്രകുമാർ ഹോസ്പിറ്റലിൽ എത്തുന്നു. നിഗൂഢമായ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ 2 കിഡ്നിയും പ്രവർത്തനരഹിതമാകുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. പിന്നെ സംഭവിക്കുന്നു ഇതാണ് മാടയാണ് കോടയാണ്. ബാക്കി പറഞ്ഞു. ശ്രീമതി ഷീബയെ അപ്പോൾ തന്നെ ഡോക്ടർ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി ആൾ ഒഴിഞ്ഞെന്ന് അവർ വിശ്വസിച്ചിരുന്ന ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്. ഈ ഡോക്ടർക്ക് ശ്രീമതി ഷീബ മെഡിക്കൽ റിപ്പോർട്ട്സ് അടക്കം കാണിച്ചു കൊടുത്തു. 6 ദിവസം മുമ്പ് നിങ്ങൾ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് എന്റെ ഭർത്താവിന് എങ്ങനെയാണ് ഈ 6 ദിവസത്തിനിടയ്ക്ക് 6 ബ്ലോക്കുകൾ വന്നത് എന്ന് എന്തായാലും ഇങ്ങനെ പറയുന്നത് ബാലചന്ദ്രകുമാറിന്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അല്ലേ, നമുക്ക് അതിലോട്ടും വരാം കേട്ടോ. ചോദ്യം ശ്രീമതി ഷീബ ഡോക്ടർ രാജലക്ഷ്മിയോട് നേരിട്ട് ചോദിച്ചിരുന്നു. അവർക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. ആരുമില്ല എന്ന് അവർ വിശ്വസിച്ചിരുന്ന ഈ മുറിയിൽ കർട്ടനിട്ട് മറച്ച ഒരു ഭാഗത്തിന്റെ പുറകിൽ നിന്ന് ആ സമയത്ത് ഇത് കേട്ടുകൊണ്ട് കുറച്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾ വരികയും അത് ഈ ഡോക്ടർ കർട്ടനിട്ട് മറച്ചിരുന്നതിന് കുറെ മെഡിക്കൽ വിദ്യാർത്ഥികൾ വന്നു. ഓക്കെ ഇത് പുതിയ ആൾക്കാർ വരുന്നു പോകുന്നു. ഇതെന്ത് ഏത് യൂണിവേഴ്സടാ? രാജലക്ഷ്മിക്ക് വലിയ നാണക്കേട് ഉണ്ടാക്കുകയും ചെയ്തു. ശ്രീമതി ഷീബയുടെ കയ്യിൽ നിന്ന് ആ റെക്കോർഡ്സ് ആ ടെസ്റ്റുകൾ റിപ്പോർട്ടുകൾ മേടിച്ച ഡോക്ടർ രാജലക്ഷ്മി പറഞ്ഞത് ഞാൻ ഒരാഴ്ചയ്ക്ക് അതിൽ എന്താണ് സംഭവിച്ചതെന്ന് പഠിച്ചിട്ട് പറയാം. വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് ശ്രീമതി ഷീബ നൽകിയ മറുപടി, എന്റെ ഭർത്താവ് ജീവനു വേണ്ടി തന്നെ പോരാടിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നിങ്ങൾക്ക് ഇനി ഇത് പഠിക്കാൻ ഇത് പഠിക്കാൻ ഒരു ആഴ്ച കൂടി വേണമല്ലേ എന്ന് പറഞ്ഞ് ആ ടെസ്റ്റ് റിപ്പോർട്ടുകൾ തിരിച്ചു വാങ്ങി ഇനി ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും. അതായത് ശ്രീമതി ഷീബ ഡോക്ടർ രാജലക്ഷ്മിയുടെ മുന്നിൽ വരും. അന്ന് ഞാൻ വരുമ്പോൾ എന്റെ കൂടെ ഒരു ഡോക്ടർ ഉണ്ടാവും. അന്ന് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എല്ലാം നിങ്ങൾ മറുപടി പറയേണ്ടി വരികയും ചെയ്യുന്നു ശ്രീമതി ഷീബ ഡോക്ടർ രാജലക്ഷ്മിയുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടാണ് എന്നാണ്. ഓക്കെ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ബാലചന്ദ്രകുമാറിന്റെ ഭാര്യ പോയെന്നാണ് നമ്മുടെ അനന്തുവണ്ണം പറയുന്നത്. അനന്തുവണ്ണം ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് സാക്ഷി പറയാൻ വൈകിയതിന് കാരണം ഞാനാണ്. ബാലചന്ദ്രൻ കുമാറിന്റെ ഭാര്യ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കേട്ടു. ഞാൻ ഷീബ, ബാലുവിന്റെ വൈഫാണ്. എനിക്ക് പറയാനുള്ളത്, ട്രയൽ കഴിഞ്ഞ് 3-ാം ദിവസം 3ാമത്തെ ട്രയൽ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയപ്പോ എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു അവർക്ക് ഈ കോടതിയിൽ നിന്ന് നീതി ലഭിക്കില്ല എന്ന് പറഞ്ഞു. അത് തന്നെയാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. വ്യക്തമായിട്ട് പുള്ളിക്ക് അറിയായിരുന്നു ഈ കോടതിയിൽ നിന്നൊന്നും കിട്ടില്ല എന്നുള്ളത്. കാരണം പ്രതിയോടൊപ്പം പ്രതി പറയുന്ന അദ്ദേഹത്തോടൊപ്പം 7 വർഷം കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ബാലുവിന് അറിയായിരുന്നു. പിന്നെ ഈ കേസിന്റെ സമയത്ത് എല്ലാവരും പറഞ്ഞിരുന്നത് പോലെ തന്നെ അദ്ദേഹം പോയി ഇപ്പൊ വിചാരിക്കുന്നു വിധിയുടെ സമയത്ത് അദ്ദേഹം ഇല്ലായിരുന്നു നല്ലതായി തോന്നുന്നു. കാരണം അദ്ദേഹത്തിന് ജീവൻ നഷ്ടമാകുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഈ കേസുമായിട്ട് മുമ്പോട്ട് വന്നത്. എല്ലാരും ചോദിച്ചു എന്തുകൊണ്ട് ഇത്ര നാളെന്ന്. താമസിച്ചതിന് കാരണം ഞാൻ തന്നെയാണ്. ഞാനാണ് അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചത്. ഞാൻ അദ്ദേഹത്തെ കാല് പിടിച്ച് കരഞ്ഞ് വൈകിപ്പിച്ചതാണ്. ഇപ്പൊ തോന്നുന്നു അതൊന്നും പാടില്ലായിരുന്നു എന്ന് ഇപ്പൊ തോന്നുന്നു. ഇന്നലെയായിരുന്നു അദ്ദേഹം പോയിട്ട് 1 വർഷം. നേരത്തെ വന്നിരുന്നുവെങ്കിൽ ചിലപ്പോ പല വർഷങ്ങൾ കഴിഞ്ഞു പോകുമായിരുന്നു. അത്രേ പറയുള്ളൂ. ഓക്കെ, ഇവരുടെ മാനസികാവസ്ഥയെ മാനിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. എനിക്കിതിലോട്ട് ഇവരെ വലിച്ചിടാൻ താല്പര്യമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഈ അനന്തകൃഷ്ണൻ വന്നിട്ട് പറയുന്നത് കേൾക്കുമ്പോൾ അവൻ പറഞ്ഞത് ഇവർ പറഞ്ഞതായിട്ട് എനിക്കൊരു കണക്ഷൻ തോന്നുന്നില്ല. മരിക്കുമെന്നൊക്കെ അറിഞ്ഞിട്ട് അങ്ങനത്തെ ഇമോഷണൽ സാധനം ഓക്കെ. പക്ഷെ അവൻ വന്ന് പറയുന്നത് എന്തോ മറ്റേ വേറെ മെഡിക്കൽ വിദ്യാർത്ഥികൾ കണ്ട്, അത് കണ്ട്, ഇത് കണ്ട്, മാട കണ്ട്, കോട കണ്ട്, ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് വരുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ നീ ആ മെഡിക്കൽ വിദ്യാർത്ഥികളെ എല്ലാവരെയും കൊണ്ടുപോവാ, നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുപോകാം. അല്ലാതെ വായത്താളം വന്നിട്ട് സോഷ്യൽ മീഡിയയിലല്ല അടിക്കേണ്ടത്. സോഷ്യൽ മീഡിയയിൽ ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയെ മീഡിയക്കാരടക്കം പ്ലാൻ ചെയ്ത് ഒരു കുറ്റവാളിയാക്കി വെച്ചിട്ടുണ്ട് ഓൾറെഡി. അത് നിന്റെയൊക്കെ ആ ഒരു കാര്യം നടന്നല്ലോ. എന്തിന്? നിയമം പോലും വെറുതെ വിട്ടപ്പോൾ നിയമത്തിന്റെ വശത്ത് തെളിവുകൾ എന്ന് പറയുന്ന സാധനം വേണം. അവിടെ തെളിവില്ലാത്തത് കൊണ്ട് തന്നെ ദിലീപിനെ വെറുതെ വിട്ടു. പക്ഷെ അങ്ങനത്തെ കരിയർ പോയ വർഷങ്ങൾ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? യഥാർത്ഥ കുറ്റവാളികളായിട്ടുള്ളവന്മാർ മുങ്ങിയില്ലേ? നിനക്കൊക്കെ എന്താണ് ഉത്തരവുള്ളത്?
ഇപ്പൊ ഈ അനന്തകൃഷ്ണൻ വന്നിട്ട് സ്വന്തം അമ്മയോടുള്ള വൈരാഗ്യം ഇതിന്റെ ഇടയിൽ ദിലീപിന്റെ അടിച്ച് തീർക്കുന്നതാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. സീരിയസ്ലി എനിക്ക് പേഴ്സണലി അങ്ങനെ ഫീൽ ചെയ്തു. ഇനി ബാലേന്ദ്രകുമാർ അന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, കേട്ട് നോക്കാം. നമസ്കാരം സാർ, ബാലുവാണ്. ഞാൻ വിഷയങ്ങൾ ഒരുപാടൊന്നും വലിച്ചു നീട്ടുന്നില്ല സാർ, സംസാരിച്ചു. അതായത് അദ്ദേഹം മദ്യപിച്ചിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്, എൻ്റെ തോന്നലായിരിക്കാം ചിലപ്പോൾ. ഓക്കെ, ഇതിൽ ബാലു പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ, മദ്യപിച്ചിരുന്നു എന്ന് തോന്നിയിരുന്നു എന്നൊക്കെ. എന്നാലും ബാലു എന്ന് പറയുന്ന വ്യക്തി മരണപ്പെട്ടു പോയി. അതിൽ എന്തെങ്കിലും ആശുപത്രിക്കാർക്ക് പങ്കുണ്ടെങ്കിൽ അത് നിങ്ങൾ തെളിയിക്കണമായിരുന്നു. അല്ലാണ്ട് ഇനി ആശുപത്രിക്കാരുടെ പിഴവോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണെങ്കിൽ അതെല്ലാം കൂടി കൊണ്ടുവയ്ക്കേണ്ടത് ദിലീപിന്റെ തലയിലല്ല. അതാദ്യം ബേസിക്കലി ചിന്തിക്കുക. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതിപ്പം വീണ്ടും കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് ദിലീപിനെതിരായിട്ട് കളിക്കാനുള്ള നല്ല ഒന്നാം തരം കളിയാണ്. ഞാൻ പലപ്പോഴായിട്ട് പല വീഡിയോയിലും കറക്റ്റായിട്ട് ഈ വണ്ടിയുടെ ഓണറിന്റെ അടക്കം കേസുകൾ സംസാരിച്ചിട്ടുള്ളതാണ്. എന്നിട്ട് അതിനൊന്നും ഒരു അന്വേഷണമില്ല. അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ ശ്രീലേഖ IPS ആ മാഡം പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനൊന്നും ആർക്കൊന്നുമില്ല, ദിലീപാണ് കുറ്റക്കാരൻ. അതിന് വേണ്ടിയിട്ട് അങ്ങ് നടക്കുക. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താറുണ്ട്. പുതിയ വീഡിയോ ആയിട്ടാണ്.